അതായത് ഹിന്ദിക്കാരല്ലേ, ഹിന്ദിക്കാരുണ്ട്. ഹിന്ദിക്കാര് അവിടെ ദോശ, ഇഡ്ഡലി, ചട്നി എന്നൊക്കെ പറഞ്ഞു. കേരളത്തിനോട് പണ്ട് പോലെ പ്രശ്നം ഉണ്ടല്ലോ. എന്താ പ്രശ്നം? രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ. BJP-കാർക്ക് പൊതുവിൽ കേരളത്തിനോട്, കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ആയതുകൊണ്ട് അത് മാത്രമല്ല, അതിന് മുമ്പേ ഉണ്ട്. സാലെ മദ്രാസിയൊക്കെ പണ്ട് പോലെ ഉള്ളതാണ്. അത് എപ്പോഴും അവർ ഒരു കുറഞ്ഞ ആൾക്കാരായിട്ടാണ് സൗത്ത് ഇന്ത്യൻസിനെ കാണുന്നത്. പിന്നെ കുറഞ്ഞ ആൾക്കാരായിട്ട് കാണുന്നുണ്ടെങ്കിലും ഇവരുമായിട്ട് കട്ടക്ക് പിടിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ തമിഴന്മാർ മാത്രമേ ഉള്ളൂ. ഈ കേരളത്തിൽ നിന്ന് ഈ രാഷ്ട്രീയമായിട്ടുള്ള കുറച്ച് പരിപാടി ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ ജയിക്കുന്നുണ്ടെന്നുള്ളത് വിട്ടാൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ വേറെ കാര്യമുണ്ടോ, ട്രെയിനൊക്കെ പിടിച്ചെടുത്തവര്. ഇവരുടെ മറ്റേ ഇതിനെതിരെ എന്തോ കോടതി വിധിയൊക്കെ വന്ന സമയത്ത് മറ്റേ സാധനമില്ലേ, കാളെ പിടിക്കുന്ന പരിപാടി, ഇവരുടെ സംസ്കാരത്തിനെതിരായിട്ടുള്ള പരിപാടിയായിട്ട് വന്നു എന്നൊക്കെ പറഞ്ഞ് ഇവരോട് തന്നെ ചാടി ഇറങ്ങി ആ കേസൊക്കെ പിടിച്ച് അത് വർക്കായി. അങ്ങനെ പണിയെടുക്കാൻ അവർക്കറിയാം. പക്ഷെ ഇപ്പൊ അവരങ്ങനെ പല രീതിയിൽ മറ്റേ ഇത് വന്നത് 100% ലിറ്ററസി സാർ ഇപ്പൊ റീസെന്റ് ആയിട്ട് അതൊക്കെയാ പരിപാടി. ഈ കേരളത്തിന് 100% ലിറ്ററസി ഉണ്ടെന്നുള്ളത് ഈ പറഞ്ഞവന്റെ വല്യപ്പന് തൊട്ട് പറയുന്ന കാര്യമാണ്. മനസ്സിലായോ? അവൻ്റെ വീട്ടിലിരിക്കുന്ന വല്യപ്പനോട് ചോദിച്ചാൽ അയാൾ പറഞ്ഞു കൊടുക്കും ശരിയാന്ന്. ശരിയാ മോനെ, ഞങ്ങളും കേട്ടിട്ടുണ്ട്. വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇവർക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. അതായത് ഇപ്പൊ ഇങ്ങനെ ഭയങ്കര ലിറ്ററേറ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് ആണെന്ന് പറയുന്ന സമയത്ത് തന്നെ ഇതൊക്കെ ഇങ്ങനെ പറയുന്ന ഒരു കാര്യം പൊങ്ങച്ചാണെന്ന് പറഞ്ഞ് ഇവിടെ ഊക്കാൻ നമ്മളുണ്ട്. ഇവിടെ ആൾക്കാർ അത് വേറെ നടത്തുന്നുണ്ട്. വേറെ കാര്യമുണ്ട്, ഇവിടെ അതിനുള്ള ആൾക്കാർ വേറെ ഉണ്ട്. കേരള ഗോഡ്സ് ഓൺ കൺട്രിയാണ്, കേരള നമ്പർ 1 ആണെന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ആവശ്യമില്ല. പിന്നെ വേറെ കാര്യമുണ്ട്, ഈ ഹിന്ദിക്കാരെല്ലാം ഇവിടെ പണിക്ക് വരുന്നത് കംപ്ലീറ്റ് ഹിന്ദിക്കാരും. ഈ എടപ്പള്ളി സിഗ്നലിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവരുടെ മുഴുവൻ ഫോട്ടോ എടുത്ത് അങ്ങോട്ട് അയച്ചു കൊടുക്കണം. പെരുമ്പാവൂരൊക്കെ പോയിട്ട് പെരുമ്പാവൂർ ഒരു ഞായറാഴ്ച അവിടെ ഒന്ന് ഇറങ്ങാം, എന്നിട്ട് ഫുള്ള് വീഡിയോ എടുത്തിട്ട്. മലയാളികൾ ഈ പറഞ്ഞ പോലെ നോർത്ത് ഇന്ത്യയിൽ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ ആരും ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവരാരും ഇത്തിരി പണിയല്ല ചെയ്യുന്ന അവിടെ. മനസ്സിലായോ? നമ്മളിവിടെ നിന്ന് ആൾക്കാർ പോകുന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന ജോലിയോ മറ്റു കാര്യങ്ങളൊക്കെ വേറെ ആയിരിക്കും. പിന്നെ പിച്ചക്കാർ പോകുന്നില്ല. കേരളം വിട്ടുപോയി പിച്ചെടുക്കേണ്ട കാര്യം അവിടുത്തെ ട്രാഫിക് ഐലൻഡിലൊന്നും ഈ മാർവാടികളെ പോലെ ഒന്ന് പാവയോ വണ്ടിയുടെ ചില്ല് കഴുകുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇനി ഗൾഫിലോട്ട് പോയാലും അത് തന്നെ. ഏറ്റവും കൂടുതൽ നേഴ്സുമാരുള്ളത് ശരിക്കും മലയാളവും ഫിലിപ്പീൻസുമാണ്. അതെ, ഏത് രാജ്യത്ത് ചെന്നാലും എവിടെ ചെന്നാലും അവിടെ ഈ പറഞ്ഞ മറ്റേ ഈ എന്താ പറയണ്ട ഒരു തരത്തിലുള്ള ജോലികൾ വിട്ടിട്ടല്ല, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ട ജോലികളൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മലയാളി നേഴ്സുമാരുടെ കാര്യം മാത്രമേ ഉള്ളൂ. വേറെ മറ്റ് ജോലികൾക്കാണെങ്കിലും നമ്മുടെ ആളുകൾ അവരുടെ ആളുകളുടെ ജോലിയല്ല വലതും. എല്ലാവരും ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ജോലിയാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ നേഴ്സുമാരൊക്കെ ഭയങ്കര മോശം. മലയാളി നേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ തരത്തിലാണ് ഇവര് ഇത് ചെയ്യുന്നത്. അതൊക്കെ ഉണ്ട് ഇതിനകത്ത്, മനസ്സിലാവുണ്ടോ? പിന്നെ കേരളത്തിലെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മറ്റേ തമിഴൊരു പാട്ട് ഓർമ്മയില്ലേ, പെരിയ മനസ്സ്, മലയാളി ചേച്ചിക്ക് പെരിയ മനസ്സാന്നൊക്കെ പറഞ്ഞിട്ട്, എന്ന് പറഞ്ഞാൽ ലിറ്ററലി മറ്റേതോ ഉദ്ദേശിക്കുന്നത് പെരിയ മനസ്സ്. മനസ്സിലാവുണ്ടോ? അങ്ങനെ വരികളൊക്കെ എഴുതുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ തന്നെ അങ്ങനെ അതിന് കാരണമുണ്ട് കേട്ടോ. അതിന്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു സമയത്ത് ഇറങ്ങിയിട്ടുള്ള മറ്റേ ഈ ഷക്കീല സിനിമകളുണ്ടല്ലോ, അത് കളിയാക്കിയായിരിക്കും. ഈ ഷക്കീല സിനിമകൾ മലയാളത്തിലാണല്ലോ ഇറങ്ങിയത്. ആക്ച്വലി ഷക്കീല തമിഴത്തിയാണ്. എവിടെയാണേലും അത് അവർക്ക് അറിയില്ലെന്ന് തോന്നുന്നു. ഷക്കീല ചേച്ചി അതല്ലടോ, ഇതെല്ലാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നുണ്ട്. പക്ഷേ ഇതിനകത്തുള്ള പ്രശ്നം ഇതാ, നമ്മളിവിടെ നിന്ന് അങ്ങനെ പിച്ചക്കാരായിട്ടൊന്നും അങ്ങനെ ആൾക്കാർ ദേശം മുഴുവനില്ല. ഇന്ത്യയിൽ എവിടെ ചെന്നാലും ഭിക്ഷാടകരായിട്ടിരിക്കുന്നവരുടെ മലയാളികളൊന്നും അങ്ങനെ കാണാൻ പാടാ, വളരെ റെയറായിരിക്കും. കേരളത്തിൽ പോലും ഇല്ല. ഇനി അഥവാ വന്ന് വല്ലതും ചോദിച്ചാലും ഒരു 100 rupees തരുമോ, അമ്മയ്ക്ക് വയ്യ കിടക്കുവാണ്, പ്ലീസ്. അത് ഇംഗ്ലീഷൊക്കെ സംസാരിച്ചാൽ വരുന്നത്. തൻ്റെ അടുത്ത് വന്നിട്ടുണ്ടോ? ഞാനത് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്, ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാനും കൊടുത്തായിരുന്നു. അതെ, അത് പോട്ടെ, അത് നമുക്ക് കണ്ട മനസ്സിലായോ? എനിക്ക് കാര്യം മനസ്സിലായിട്ട് പിന്നെ എന്ത് ചെയ്യാൻ. റിനയുടെ ഫ്രണ്ടിൽ അവിടെ തന്നെ അവിടെ വെച്ചാണോ തന്നോട് ചോദിച്ചത്? അതിനിപ്പുറത്ത് എടപ്പള്ളി. റിനയിൽ നിന്ന് ഇറങ്ങി വരുന്ന പോലെ ഇയാളെന്നെ വണ്ടി കൈ കാണിച്ചു. ഞാൻ നിർത്തി, എന്തോ എമർജൻസിയാന്ന് ഓർത്തു. ആ കൈ കാണിക്കൽ കണ്ടപ്പോൾ അങ്ങനെ കാണിക്കുന്നത്. എന്നിട്ട് അവർ ചോദിക്കും, എല്ലായിടത്തും ഉണ്ട് ഇതുപോലത്തെ ആൾക്കാർ. ഇപ്പം ഇല്ല, ഇപ്പം കുറഞ്ഞിട്ടുണ്ട്. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. അവർക്ക് പൈസ കൊടുക്കാതായപ്പോൾ അവർ വേറെന്താ പരിപാടിക്ക് പോയതാണോ, എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. പിന്നെ വേറെന്തുവാ,
അങ്ങനെ കളിയാക്കി പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഹിന്ദിക്കാരെ അത്രയും കളിയാക്കൊന്നും ഇല്ലല്ലേ ഇവിടെ ആരും, നമ്മൾ അവരെ പിടിക്കാറൊന്നും ശ്രദ്ധിക്കാറ് പോലും ഇല്ല. അവരെവിടെ സീരിയസ് ആയിട്ട് എടുത്തിട്ട് പോലും ഇല്ല. കുറെ ബോട്ട സിനിമയും കാണേണ്ടി വരും അവിടെ. ചളു ചെയ്യ 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 അത് കുഴപ്പമില്ല അല്ല, ഇവരുടെ പരിപാടി അല്ലേ. അവന്മാരുടെ സീൻ വേറെ. പിന്നെ ഈ കഴിഞ്ഞിടയ്ക്കാണ്ട് എന്ത് ആനിമലൊക്കെ ഇറക്കി ഞെട്ടിച്ചെന്ന് ആരാണോ. പിന്നെ ഷാറുഖ് ഖാൻ, സൽമാൻ ഖാൻ, അമിത് ഖാൻ 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 ഖാൻ, സഞ്ജയ് ദത്ത്, പിന്നെ ആരോ അക്ഷയ് കുമാർ ഉണ്ടല്ലോ. എന്നാ വേണം സിനിമയുടെ രീതി നോക്കിയാലേ. അക്ഷയ് കുമാർ, അക്ഷയ് ഖന്ന എന്ന് പറഞ്ഞൊരു ആക്ടറുണ്ട്, പഴയ നല്ല ഇഷ്ടമാണ്. ഏ ലാൽ രംഗ് കബ് മുझे छोड़ेगा, എനിക്കറിയില്ല. അങ്ങനെ പാട്ട് അക്ഷയ് ഖന്നയുടെ പായി കള്ളു കുടിച്ചുകൊണ്ടിരുന്നിട്ട് ഇത് പുള്ളി ഒരു ആൽക്കഹോളിക് ആണെന്നും പറഞ്ഞു. അങ്ങനെയൊക്കെ അക്ഷയ് ഖന്ന, അത് അക്ഷയ് ഖന്നയുടെ മകനാണല്ലോ മറ്റേ ഖന്ന. അവന്റെ പേരെന്താ, താലിനകത്തൊക്കെ ഉണ്ടെന്ന് അവൻ്റെ പേര് കൊണ്ടുപോയി. അതിലോട്ടെ ഏതോ ഒരുത്തൻ. ഇങ്ങനെ സിനിമയൊക്കെ പറഞ്ഞൊന്നുമില്ല. പിന്നെ അതിനകത്ത് പറഞ്ഞത് ഒരു കാര്യമല്ല, നമ്മൾ കാണുന്ന ഇതൊക്കെയാ. അപ്പോൾ ഈ കേരളം 100% ലിറ്ററസി എന്നും പറഞ്ഞിങ്ങനെ ഇതിപ്പോൾ ഒരു കളിയാക്കലായിട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഭയങ്കര കളിയാക്കലാണ് ഇപ്പോൾ പറഞ്ഞ്, ഭയങ്കര കളിയാക്കലാണ് ലിറ്ററസി സാർ പറഞ്ഞു. പക്ഷെ ആ കോണ്ടെക്സ്റ്റിൽ അത് നല്ലൊരു തമാശയൊക്കെ തന്നെയായിരുന്നു, മനസ്സിലാവട്ടോ. അത് നല്ലൊരു തമാശ തന്നെയായിരുന്നു. അതുകൊണ്ട് ഞാനും ചിരിച്ചായിരുന്നു സാധനം കണ്ടു. പിന്നെ എനിക്ക് ആ പെങ്കൊച്ചിന്റെ ദിപ്പ് കണ്ടപ്പോൾ എന്തോ പോലെ തോന്നി. പിന്നെ ഐ ഡോണ്ട് വാച്ച് പൊളിറ്റിക്സ് കുഴപ്പമൊന്നുമില്ലല്ലോ അവർക്ക് അതിനുള്ള അതല്ലല്ലോ അവളുടെ. അങ്ങനെ ഒരു രാഷ്ട്രീയ ബോധം ഉണ്ടാവണമെന്ന് എന്തെങ്കിലും നിർബന്ധമുണ്ടോ? ഇല്ല. രാഷ്ട്രീയ ബോധം ഉണ്ടായിട്ട് പ്രത്യേകിച്ച് പ്രയോജനം. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഒരാൾ എടുക്കണം എന്ന് എന്തെങ്കിലും നിർബന്ധമുണ്ടോ ഒരു ജനാധിപത്യത്തിനകത്ത്? അങ്ങനെ എടുക്കാതിരിക്കാനുള്ള പറ്റത്തുള്ളൂ ചിലർ വന്ന് ബുദ്ധിജീവികള്. അതിന്റെ ആവശ്യമൊന്നുമില്ല. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ പിന്നെ എന്ത് ചെയ്യും? എനിക്ക് പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഇല്ലാത്തതാണ് എന്റെ പൊളിറ്റിക്സെങ്കിലോ. അതെ, അങ്ങനെയും കുറച്ച് അങ്ങനെ ഉണ്ടല്ലോ. അതാണ് അത്ര സിമ്പിളാണ്. രാഷ്ട്രീയ നിലപാട് എടുക്കുന്നില്ല. പിന്നെ ഇവിടെ കഴിഞ്ഞിടയ്ക്ക് പബ്ലിക് ഒപ്പീനിയൻ എടുത്തപ്പോൾ ആരാണ് നെഹ്റുവിന്റെ ഫോട്ടോ കാണിച്ചപ്പോൾ അറിയത്തില്ലെന്ന് പറഞ്ഞു പിള്ളേർ. അവരെ കളിയാക്കുന്നു. വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ എന്താണ് ലിറ്ററസി അല്ലേ? ഈ ലിറ്ററേറ്റ് ആയിട്ടിരിക്കുന്ന ആളുകൾ മുഴുവൻ രാഷ്ട്രീയ നിലപാട് ഉള്ളവരായിരിക്കണോ? അങ്ങനെയാണോ? അങ്ങനെ ഉണ്ടോ? അവരൊക്കെ രാഷ്ട്രീയ നിലപാടുള്ളവരാണോ? ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? വിദ്യാഭ്യാസ യോഗ്യതയെ പറ്റിയൊക്കെ ഭയങ്കര സർട്ടിഫിക്കറ്റ് എടുക്കാൻ വരെ പോയ ടീംസ് ആയിട്ടുള്ള എന്തൊരു ഗതികേടാന്ന് ചോദിക്കണം. ഏതെങ്കിലും രാജ്യത്ത് ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ടോ? പ്രധാനമന്ത്രിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കാണണം നാട്ടുകാർ. എന്തൊരു അവസ്ഥയാ. അതിനെക്കുറിച്ചൊന്നും പിന്നെ ഒന്നും മിണ്ടുന്നില്ല, ആരും മിണ്ടുന്നില്ല. അതിലുമ്പോ ഇങ്ങനെ പറയുന്നല്ലേ ഉള്ളൂ. എല്ലാവരും അടിപൊളിയല്ലേ, എല്ലാം സൂപ്പറാണ്. ലിറ്ററസി എന്ന് പറഞ്ഞിട്ട് ഈ നാട്ടിലെ വിദ്യാഭ്യാസ മന്ത്രിക്ക് വിദ്യാഭ്യാസം ഇല്ല. അതാണ് വേറെ ലിറ്ററസി. ഈ ലിറ്ററസി എന്ന് പറഞ്ഞ സാധനമൊക്കെ കഴിഞ്ഞു. അതിനകത്ത് അതൊന്നും വലിയ കാര്യമൊന്നും അല്ല ഇപ്പോൾ. അത് പറയേണ്ട ആവശ്യമേ ഇല്ലായിരിക്കും. ആ പറച്ചിലങ്ങ് നിർത്തണം. അടിസ്ഥാന വിദ്യാഭ്യാസം കുട്ടികൾക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് ഈ പറയുന്ന സാധനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ വലിയ പരിപാടിയൊന്നുമില്ല. പിള്ളേർ സ്കൂളിൽ പോകുന്നുണ്ട്. പിള്ളേരെ സ്കൂളിൽ വിടണമെന്ന് ഇവിടുത്തെ കാരണന്മാർക്ക് അറിയാം. അതെ, അത് സ്കൂളിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ചൊന്നും അറിയുന്നില്ല. സ്കൂളിങ്ങിന് വിടും, നിർബന്ധിച്ച് വിടും. നാളെ സ്കൂളിൽ പോകട്ടെ. ഇപ്പോൾ നമ്മുടെ പ്രദേശത്തുള്ളൊരു പയ്യൻ, ഇപ്പം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ഇപ്പോൾ സ്കൂളിൽ പോകാതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ചോദ്യം വരും. വേറെ ആൾക്കാർ ചോദിക്കും അത് കാര്യമായിട്ട് ചോദിക്കും, അല്ലാതെ തമാശയൊന്നുമല്ല അത്ര. ഇനിയിപ്പോൾ തമാശയായിട്ട് ചോദിക്കട്ടെ, അപ്പോഴൊരു ചോദ്യം വരുന്നുണ്ട്. മനസ്സിലാട്ടോ? നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് അങ്ങനെ ഒരു ചോദ്യം വരുന്നുണ്ട്. ഇവരുടെ ചുറ്റുപാടിൽ അങ്ങനെ ഒരു ചോദ്യം പോലും ഇല്ലെന്ന്. പിള്ളേരെങ്ങനെ ഉണ്ടാക്കുന്നു, അതുങ്ങളെങ്ങനെ വിടുന്നു, അതുങ്ങളിങ്ങനെ പോയി. എന്നിട്ട് അവിടെ ടീച്ചർമാരുടെ വീഡിയോ ഒന്നും ഓർക്കുന്നുണ്ടോ? ഏപ്പിൾ അങ്ങനെ കുറെ സാധനം ഉണ്ടാകുന്നു, ഓർക്കുന്നില്ലേ? ഫെബ്രുവരി മാർച്ചില്ല കിടന്ന് കാണിക്കുന്ന ടീച്ചർമാർ. അങ്ങനത്തെ ടീച്ചർമാരൊന്നും ഇവിടെ ഇല്ല. അത് ഇവിടെ ഇല്ല. സോൾട്ട് മാങ്കോട്ടറിയാണ് അവിടെ മൊത്തം. പിന്നില്ലേ സൗകര്യം പോലും ഇല്ല പലതും. മെഡിക്കൽ കക്കൂസ് ഉണ്ടാക്കാൻ നടക്കുക. അതെ, അവിടെ കക്കൂസ് കൊടുത്തിട്ടാ ഈ പരിപാടി നടത്തിയത്. ഇവിടെ കൊണ്ട് ആർക്കെങ്കിലും കക്കൂസ് കൊടുത്താൽ സ്വച്ഛ് ഭാരത്
എവിടെ ചിന്തിക്കുന്നു അവിടെ ശൗചാലയം. അതെ, അതാണ് ഇന്ത്യ. ആ സ്ഥലത്തിരുന്നോണ്ട് പറയാ അല്ലേ, നമ്മളെല്ലാം ഇതിനകത്ത് പെടുന്നവരൊക്കെ തന്നെയാണ്. പക്ഷെ എങ്കിലും ഈ ഒരു ഏരിയ കുറച്ച് ബെറ്റർ ആണെന്നേ ഉള്ളൂ. അപ്പൊ അതങ്ങോട്ട് ഭയങ്കര ഒരു പോലെ കളിയാക്കുമ്പോഴേക്കും എന്ന് വെച്ചാൽ നമ്മള് ലോകത്തിന്റെ മുന്നിൽ ഒന്നുമല്ല. അതെ, അത് വേറൊരു കാര്യം. അത്രേ ഉള്ളൂ. ഇന്റർനാഷണൽ ഒന്നും ആക്കണ്ട. യൂറോപ്പാന്നൊന്നും പറയല്ലേ, അത് മാത്രമേ ഉള്ളൂ പറയേണ്ടത്. വേറെന്ത് വേണേ പറഞ്ഞു. ഇന്ത്യയിൽ കൊള്ളാന്ന് പറഞ്ഞോ, ഇന്ത്യക്കകത്ത് കൊള്ളാന്ന് പറഞ്ഞു പറയട്ടെ, കൊള്ളാം, അത്രേ ഉള്ളൂ. ഇന്ത്യക്കകത്ത് കൊള്ളാന്ന് പറ. ഓക്കെ, കുറച്ച് കാര്യങ്ങളുണ്ട്. എന്ന് ഏറ്റവും മികച്ചതാണ്, മെച്ചപ്പെട്ടതാണ്, നമ്പർ 1 ആണ് മലയാളി, പൊളിയാണെന്നൊക്കെ പറയും. അതൊക്കെയാ. ഒരു ദിവസം ഈ ഇടയ്ക്ക് കണ്ടിട്ടില്ലേ, ഒരുത്തൻ ആ മറ്റേ മിഥുൻ എന്ന് പറഞ്ഞവനില്ലേ, മിഥുൻ മറ്റേ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യുന്ന ഒരു പുള്ളി, ഷോ ഒക്കെ ചെയ്യുന്ന അയാളൊരു സ്റ്റേജിൽ എന്ന് പറയണേ, പുറത്തെങ്ങാണ്ട എന്ന് പറയാം, എനിക്ക് ഭയങ്കര അഭിമാനമാണ് ഈ മലയാളികളുടെ കാര്യം ഓർക്കുമ്പോൾ. ലോകത്ത് എവിടെ ചെന്നാലും മലയാളി ഉണ്ടെന്ന് പറയണേ. വേറെ എവിടെ കാട്ടി വന്നേക്കാ, ഇവിടെ എങ്ങനെ നിക്കാൻ കൊള്ളൂല എന്ന് മനസ്സിലായിട്ട് ആൾക്കാർ പണി തപ്പി വേറെ പലയിടത്തൊക്കെ പോയി നിൽക്കുന്നതാണ്. അത് കണ്ടിട്ട് മലയാളി ഭയങ്കര പ്രൗഡ് ആവാനൊന്നും ഇല്ല, അതിനകത്ത് പ്രൗഡ് ആവാനൊന്നുമില്ല. ഒരു ഗതി ഇവിടെ പിടിക്കില്ല എന്ന് മനസ്സിലായിട്ട് ആൾക്കാർ ഇവിടുന്ന് രാജ്യം വിട്ട് പോയ സീനത് മനസ്സിലായോ. അത് ഭയങ്കര ജോലി ചെയ്യുന്ന ഗതികേടാ. ഇപ്പോ ഏതെങ്കിലും അറബി ഇന്ത്യ വന്നതെന്ന് പറയാം, ഐ എം പ്രൗഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ 2 അറബികളെ കാണിച്ചിട്ട്, ഇന്ത്യയിൽ ഒറ്റ അറബി ഇല്ല. അല്ല, അമേരിക്കക്കാർക്കുണ്ടോ ഈ പ്രശ്നം? വേറെ ഏതെങ്കിലും രാജ്യത്തൊക്കെ പോകുമ്പോൾ അവിടെ അമേരിക്കക്കാരനെ കണ്ട അവൻ അത്ര സന്തോഷിക്കത്തൊന്നും ഇല്ലായിരിക്കും, അല്ലേ? അല്ല, അങ്ങനെ ഇല്ലല്ലോ. ഇന്ത്യയിലോട്ട് ആരാ ജോലിക്ക് വരും? അവരവിടെ വന്നിട്ട് ഇപ്പൊ അമേരിക്ക കുറെ എന്താ പറയണ, പോട്ടെ, കേരളത്തിൽ നിന്നുകൊണ്ട് ഇവിടെ അമേരിക്കക്കാർക്കും അല്ലേ പറഞ്ഞു, ഈ ലോകത്തുള്ള മുഴുവൻ ചൈനയിൽ നിന്നും കൊറിയയിൽ നിന്നുള്ളവർക്ക് ഇവിടെ ജോലി കൊടുത്തിട്ടിരുന്നോണ്ടിരുത്തം പറയുവാണ്, ഈ ലോകത്തുള്ളവർ മൊത്തം കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്നതിൽ ഐ എം പ്രൗഡ് എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രൗഡ്നെസ് വേണം, വെറുതെ തോന്നാം. ഇതിനേക്കാൾ ഒരു നല്ലതാണെന്ന് വേണം പറയാം, ഇതിലും ബെറ്റർ അതാണ്. ഇപ്പൊ ആ രാജ്യക്കാർ പറയുന്നത് ഈ തെണ്ടികൾ ഇവിടെ വന്നത് കൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, മനസ്സിലായോ? അല്ല, ഇയാൾ ചിലപ്പോൾ പ്രൗഡായതിന്റെ പിന്നിൽ കാരണം ഉണ്ടാവും. കാരണം ഈ പ്രോഗ്രാമൊക്കെ മലയാളികൾ പ്രോഗ്രാമൊക്കെ സെറ്റ് ചെയ്യുന്നതുകൊണ്ടാണല്ലോ ഇയാൾക്കൊക്കെ വിദേശത്തൊക്കെ പോയിട്ട് പ്രോഗ്രാമൊക്കെ അവതരിപ്പിക്കാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ മലയാളികളെ ഓർത്ത് പ്രൗഡാവുന്നതായിരിക്കും. പ്രൗഡൊന്നും ആയിരിക്കത്തില്ല, ആകട്ടെ, ആകുമായിരിക്കും. അല്ലേ, ശരി. അവരുടെ ഒരു കാഴ്ചപ്പാട് അത്രയല്ലേ ഉള്ളൂ. അങ്ങനെയല്ലേ അവർ കാണുന്ന ഈ ലോകത്തെ. എവിടെ ചെന്നാലും നമ്മുടെ ആൾക്കാരുള്ളതാണ് പ്രൗഡ്നെസ്. എന്നാൽ എവിടെ ചെന്നാൽ നമ്മുടെ ആൾക്കാരൊന്നും വേണമെന്നില്ല. എന്തിനാ അവിടെ പോകണം? വിസിറ്റ് ചെയ്യാൻ പോകണം, എടോ, ടൂറിസ്റ്റ് ആയിട്ട് പോകാൻ പറ്റൂ. അത് പറഞ്ഞപ്പോഴാണ് ഈ മിഥുന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്. ഈ മിഥുൻ ഈ ആൾക്കാരിങ്ങനെ ഈ യൂട്യൂബിലൊക്കെ കാണാം, ചില വീഡിയോസ് ഒക്കെ വരും, ആൾക്കാരൊക്കെ ഇങ്ങനെ പെർഫോം ചെയ്യുമ്പോഴേ ഇയാളിങ്ങനെ വന്നിട്ട് സാധനം ഇടും, ഒരു എക്സ്പ്രഷൻ ഇടും. പാട്ടൊക്കെ ആണെങ്കിൽ ഇയാൾ ഭയങ്കര എക്സ്പ്രഷനൊക്കെ ഇടുള്ളൂ. എന്തോ ഭയങ്കര സാധനം എന്നൊക്കെ പറഞ്ഞൊരു സാധനമൊക്കെ ഇടും. എന്റെ ആളിയാ, ഞാൻ ഈ അടുത്തിടയ്ക്കാണ് ഈ സാധനം കണ്ടത്. കാര്യമായിട്ട് ഇവരൊന്ന് ശ്രദ്ധിച്ചത്. അപ്പൊ നോക്കി കഴിഞ്ഞപ്പോ ഇയാളി ഭയങ്കര എക്സ്പ്രഷൻസ് ഒക്കെയാണ്. എന്തോ ഭയങ്കരമായിട്ട് ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ടുള്ള നോളജ് ഉള്ള ഒരാള് എക്സ്പ്രഷൻ കൊടുക്കുന്ന പോലെയാണ്, മനസ്സിലായോ? അങ്ങനത്തെ മ്യൂസിക്, ഡാൻസ്. ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാൽ ഇതാണ്, പിന്നെ ഇതാണ്, വെറൈറ്റി, അതൊക്കെയാണ്. അങ്ങനെയാണ് അന്നത്തെ പരിപാടി, അല്ലേ? അതോടെ അതിനോടെ ഓരോരുത്തരും ഓരോ രീതികള്. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പണിയായിരുന്നു, കഷ്ടപ്പാടാത്. ശരി, മാറിപ്പോയി കഴിഞ്ഞാൽ പണിയാവുള്ളൂ. എക്സ്പ്രഷൻ മാറുന്നില്ല, അവർക്ക് അറിയായിരിക്കും, കുറച്ചൊക്കെ അറിയാതെ കണ്ടിട്ടും ഉണ്ടാവും. വേറെ വല്ലതും എക്സ്പ്രഷൻ ഇടുന്ന മറ്റു പരിപാടികളുണ്ടല്ലോ, ഈ പുറത്തൊക്കെ വിദേശത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഈ അമേരിക്കൻ സ്കോട്ട് ടാലന്റ് പോലത്തെ പരിപാടിക്കൊക്കെ അവർ ചെയ്യുന്ന സാധനമൊക്കെയാണല്ലോ ഇവരും ചെയ്യുന്നത്. അങ്ങനെ ക്യാമറ ഒക്കെ മൂവ് ചെയ്യാൻ നോക്കുമായിരിക്കും. സ്റ്റേജിന്റെ പുറകെ ഒന്നുകൊണ്ട് ഷോ എന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊന്ന് കാർത്തിക് സൂര്യൊക്കെ ടി വിയിൽ എടുത്ത് അതുകൊണ്ടായിരിക്കും എന്തുകൊണ്ടല്ലോ ഭയങ്കര അതിശയം ഉണ്ടാക്കുന്ന പോലെ കാണിക്കാൻ അറിയാം. അപ്പൊ എന്തൊക്കെ പറയൂ അതൊക്കെ പറയുന്ന പോലെ അവയെ പറയുന്ന പോലെ. അങ്ങനെ ഇവിടെ എന്തൊക്കെ മത്സരമാണ്. ഇത് ഓർക്കുന്നുണ്ടോ? ഐഡിയ സ്റ്റാർ സിംഗർ. സംഗതി പോരുന്നു ഈ മലയാളം പാട്ട്, ഒരു പാടുന്ന പാട്ട് മലയാളം, വേറൊരു ഭാഷയിലെ പാട്ട് അവർക്ക് അറിയത്തില്ല. അവിടെ സംഗതി ഇല്ല, സംഗതി കുറച്ചുകൂടെ ആവാനുണ്ട്. പിന്നെ ഇതിനകത്ത് എന്തോ ഉണ്ടെന്നൊക്കെ ഇവർ പറയുന്നത്. മലയാളം പാട്ടിനകത്തൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് സാധനങ്ങൾ ഉണ്ടായിരുന്നു, ഇതൊക്കെ ഭയങ്കര പാടാണ് എന്നൊക്കെയുള്ള രീതി പരിപാടിയാന്ന് പറയുന്നത്. ആർക്ക് പറ്റാത്ത കാര്യം പോലെ ഇവരെന്തോ ഉദ്ദേശിക്കുന്നത് എനിക്കറിയത്തില്ല. അതുമല്ല ജഡ്ജി ആയിരിക്കുന്ന MG ശ്രീകുമാറൊക്കെ നല്ല ആള്. ശരത്തൊക്കെ കൂടെ കാണിക്കുന്ന ഓർക്കുന്നില്ലേ? പൊട്ട പരിപാടി. അയ്യോ, ഇതൊക്കെ കണ്ടുകൊണ്ട് കുറേ പേര് കുറേ സമയം കളഞ്ഞു.
അത് കഴിഞ്ഞാണ് ബിഗ് ബോസ്. അതിനിടയ്ക്ക് വാർത്തകൾ എന്റർടൈൻമെന്റ് ആയി. വാർത്ത നമ്മുടെ വിഷയത്തിൽ നിന്നൊക്കെ ഒരുപാട് തെന്നി മാറി. അത് കുഴപ്പമില്ല, കറങ്ങിയോട് പറയാലോ. ചുമ്മാ വർത്താനം പറയുന്ന പരിപാടിയില്ലേ. എന്താണെങ്കിലും എന്ത് പറഞ്ഞാലും കാര്യമില്ല. അപ്പൊ പിന്നെ എന്ത് വേണേ പറയാം. അത് പറയാം, പറയണം എന്ന് എൻ്റെ അഭിപ്രായം. വെറുതെ പറയാമല്ലോ. അതെ, പറയുന്നതിനിപ്പോ വേറെ നമുക്ക് ഇങ്ങനെ പറയുന്നതുകൊണ്ട് നമ്മൾ നാട് മുടിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഇതൊക്കെ പറയുന്നത്. ഇത് നാട് മുടിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് പറയുന്നതാണെന്നാ ചിലരുടെ വിചാരം. അങ്ങനെ ഉണ്ട്. അയ്യോ, ഇവിടെ ഈ മൂത്രമൊഴിക്കലും തുപ്പലും അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും മറ്റ് സ്റ്റേറ്റിനേക്കാളൊക്കെ ഒത്തിരി ഭേദമാണ് കേരളം. അതെ, ഇങ്ങനെ നമ്മളൊക്കെ ഇവിടെ റോഡിലൊക്കെ തൂറുന്നവരെന്ന് പറഞ്ഞുകൊണ്ട് പണ്ട് തമിഴ്നാട്ടുകാരെയൊക്കെ കളിയാക്കും. അതെ അതെ, അവിടെയൊക്കെ ഇപ്പോൾ അത് മാറി. ഇപ്പോഴും പുറത്തൊക്കെ തൂറുന്നവരുണ്ട്. പിന്നെ ഈ പാൻ ചായക്കുന്ന പരിപാടി ആരും ചെയ്യും ഇവിടെ. ചവച്ച് തുപ്പി 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 നടക്കുന്ന ഇന്ത്യക്കാരൻ കയ്യിലെല്ലാം ചരടും കഴുത്തെ ചരട് എന്തോ ആ സാധനം പണ്ട് ബാൻ ചെയ്തുകൊണ്ട്, ബാൻ ചെയ്തൊന്നും പറയാൻ പറ്റില്ല. ഇവിടെയൊക്കെ മറ്റേ ഹിന്ദിക്കാര് കച്ചവടം ചെയ്യുന്നുണ്ട്. മുറുക്കാരി തമ്പാക്കും മുറുക്കാനും പാൻപരാഗും ചവച്ച് തുപ്പും അതൊക്കെ നിന്നിട്ടോ അവിടെ ഒരു പരിധി വരെ. ആ പരിപാടി ട്രെയിനെ കയറിയാൽ എന്തോ അലമ്പ. ഈ കഴിഞ്ഞ കളിക്കുന്നുണ്ടോ ട്രെയിനൊക്കെ അടിച്ചു പൊട്ടിക്കുന്നു ബീഹാറിൽ. ഭയങ്കര സൂപ്പർ ആകട്ടോ, നല്ല പെർഫോമൻസ്. 0% ലിറ്ററസി സാർ അല്ലേ? തിരിച്ചു പറയണോ? 0% ലിറ്ററസി സാർ. ട്രെയിൻ പൊളിച്ചു സാർ. ട്രെയിൻ പൊളിച്ചു സാർ. അയ്യോ, കഷ്ടമുണ്ട്. അതുമല്ലടോ, ഒരു രാജ്യത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്രയും കച്ചറ ഉണ്ടാക്കുന്ന വേറെ ഒരു രാജ്യവും ഇല്ല. അതിനിതൊരു രാജ്യമായിട്ട് നമ്മൾ മനസ്സിലായിട്ടില്ല. നമ്മൾ അങ്ങനെ കൺസിഡർ ചെയ്യുന്നില്ലല്ലോ. നമ്മൾ മലയാളിയായിട്ടാണല്ലോ നിൽക്കുന്നത്. അതെ അതെ, ശരി. നമ്മൾ മലയാളി, അവർ തമിഴൻ. തമിഴ്നാട്ടിൽ തമിഴനായിട്ട് നിൽക്കുന്നു. തമിഴനായിട്ട് നിൽക്കുന്നത് വെറുതെ വെക്കുന്നുണ്ടോ. തമിഴ് പറ്റാതെ ഒരു രാജ്യമൊക്കെ കൊള്ളാമെന്നും കൂടി ഉള്ള ആളാണ്. മലപ്പുറത്തിനൊരു ഇതായ കൊള്ളാമെന്നുണ്ടായിരുന്നു തോന്നുന്നു പണ്ടങ്ങനെ. അങ്ങനെ സ്റ്റേറ്റ് ആയ കൊള്ളാം, വേറെ സ്റ്റേറ്റ് ആവണോന്നോ രാജ്യമാണോന്നോ അതൊക്കെ. ഇതൊക്കെ പറിച്ച് വല്ല പാകിസ്ഥാനെ മൂലയ്ക്ക് കൊണ്ട് വെക്കാൻ പറ്റിയിരുന്നെ കുറച്ച് പേര് ഇവിടുന്ന് കുറച്ച് മണ്ണുമായിട്ട് പോയാനായിരിക്കും. അങ്ങനെ അങ്ങോട്ട് തിരിച്ചു കൊടുത്ത ഇവരുടെ പ്രശ്നം തീരാവോ? ഇല്ലടോ, ഈ മലപ്പുറം, പക്ഷേ ഈ മലപ്പുറത്തൊക്കെ നല്ല മനുഷ്യരാണ്. മലപ്പുറവും കോഴിക്കോടും ഒക്കെ വളരെ ഡീസന്റ് മനുഷ്യരാ. വെറുതെ പേര് ദോഷം. ഞാൻ പറഞ്ഞത് ഈ അങ്ങനെ ഒരു സാധനം വരുന്നത് പക്ഷേ ഈ ഏരിയ എന്നൊക്കെയാ, മനസ്സിലായോ? അത്രേ ഉള്ളൂ പ്രശ്നം. ഒരെണ്ണം അതിനകത്തുനിന്ന് ഒന്നോ രണ്ടോ എണ്ണം വരും. അങ്ങനെ അതെല്ലാത്തിനകത്തും വരും. അല്ലല്ല, ഇപ്പൊ ഈ കൂടുതൽ വരും. ഏരിയ വൈസ് അല്ല, ഏരിയ വൈസ് എന്ന് പറയുമ്പോൾ ഈ മതം എന്ന് പറയുന്ന സാധനത്തിന്റെ ഒരു സ്വഭാവം ഉണ്ടല്ലോ. അതുണ്ട്. മതത്തിന്റെ ഒരു സ്വഭാവം അനുസരിച്ചാണല്ലോ ഇതിന്റെ ഡിവോട്ടീസ് ബിഹേവ് ചെയ്യുക. ഇപ്പൊ അങ്ങനത്തെ ബിലീവേഴ്സ് ബിഹേവ് ചെയ്യുന്ന ആ രീതിയിലായിരിക്കും. അപ്പൊ ഇതെന്താണോ പറയുന്നത് അതിന്റെ ഒരു ലൈറ്റർ വേർഷനൊക്കെ ആയിരിക്കും കാണിക്കുന്നത് ഇവിടെ. അതെ അതെ അതെ, മനസ്സിലാവുണ്ടോ? അയ്യോ, അതുപോലെ തന്നെയാണ് എല്ലാ. എന്നാ ശരി, നിർത്താം. ഓക്കെ.